ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഞാനും അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ ഇൻ അവർ ലൈഫ് ചെയ്യാമെന്ന്. അപ്പം അതുകൊണ്ട് എൻ്റെ കൂടെ റെഡിയാണ്. ഇപ്പം ഞങ്ങൾ എണീക്കുമ്പോൾ തന്നെ നല്ല ലേറ്റാവും, 7:30 കഴിയും. അപ്പം ഇപ്പം ഞാൻ ആദ്യം തന്നെ ആദൂട്ടൻ്റെ കാര്യങ്ങളാണ് ആദ്യം നോക്കുന്നത്. പിന്നെ അതിന് ശേഷമാണ് ഞാൻ എൻ്റെ കാര്യങ്ങളിലോട്ട് കിടക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ അവനിപ്പോൾ പോട്ടി ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. അപ്പം രാവിലെ തന്നെ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ്. കൊണ്ടിരുത്തും, അവൻ കാര്യങ്ങളൊക്കെ സഹായിക്കും. അത് കഴിഞ്ഞിട്ട് അപ്പം അത് കൊണ്ട് നല്ല എളുപ്പമാണ്. അങ്ങനെ ഞങ്ങൾ നമ്മുടെ പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ മുഖമൊക്കെ ഒന്ന് കഴുകി കൈയും കാലൊക്കെ ഒന്ന് കഴുകി ഫ്രഷായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റമിൻ D3 കുടിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് രാവിലെ തന്നെ നിർബന്ധത്തിലാണ്, വേറൊന്നുമല്ല, അവനെ തലകോതി ചീപ്പ് ഞാൻ അവനെ തിന്നാൻ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട്. ചീപ്പ് ചവയ്ക്കണം, അതവനിഷ്ടം. അപ്പോൾ അത് തൽക്കാലം ഞാൻ എൻ്റെ കുപ്പി കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൊണ്ടയിലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അവനുള്ള കുറുക്കുണ്ടാക്കാം. അപ്പോൾ രാവിലെ ഞങ്ങൾ ചെറിയ രീതിയിലുള്ള സല്ലാപത്തിന് പുറത്തിറങ്ങും. നമുക്കൊരു ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊട്ട് ഇരുന്ന് ആടാനും എനിക്ക് ആടാനും അതൊട്ട് തന്നെ ഉറക്കാനുള്ള ഊഞ്ഞാലാണിത്. ഡോക്ടർ ലെക്സ് എവിടെ? ഡോക്ടർ ലെക്സ് എവിടെ? അത് ബെല്ല. ലെക്സ് ദോ അത് ദോ ഓ സൗന്ദര്യ സൂചന. അത് ബെല്ല ലെക്സ് അത് ബെല്ല ലെക്സ. നമ്മളെ പട്ടികൾ രണ്ടുപേരാണെന്ന് അറിയാം, പക്ഷെ പേര് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. ബെല്ല എവിടെ? ബെല്ല എവിടെ കേട്ടോ? ബെല്ല ലെക്സ ഒന്നല്ല കേട്ടോ, രണ്ട്. നമുക്കിനി കുക്ക് കുച്ചാം. അവനിപ്പോൾ ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് കുറുക്ക്. അത്ര താല്പര്യമില്ല, എങ്കിലും ഞാൻ നിർബന്ധിച്ച് രാവിലെ കുറുക്ക് കൊടുക്കാൻ നോക്കും. അവന് ഏത്തയ്ക്ക കുറുക്കാണ് കുറച്ചും കൂടി ഇഷ്ടം, റാഗി കുറുക്ക് അത്ര പോരാ. അപ്പോൾ നമുക്ക് അവന് കുറുക്ക് വച്ചാം. അപ്പോൾ അതിൻ്റെ കുറുക്കായിട്ടുണ്ട് ഗൈസ്. ചെറുക്കൻ കുറുക്ക് കുടിക്കുന്നില്ല ഗൈസ്. അപ്പം നേരത്തെ നമുക്ക് പഴത്തിലോട്ട് ഇറങ്ങാം. സാധാരണ ഏറ്റവും നിർബന്ധമാണെങ്കിൽ പിന്നീട് കുടിക്കുന്നതാണ്. ഇന്ന് ഒട്ടും കുടിക്കുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്ത ഐറ്റം എടുത്ത് നോക്കാം. അവൻ കുറച്ച് നേരം പാട്ടൊക്കെ കേട്ട് അവിടെ ഇരുന്നോളൂ. ഞാൻ അപ്പോഴത്തേക്കും ഞാനൊന്ന്
ഫ്രഷ് ആവട്ടെ. അപ്പം ഞാൻ പോയി പല്ലൊക്കെ തേച്ചിട്ടൊക്കെ വന്ന് ഇപ്പം ഫേസ് കെയറോ അതുപോലെ തന്നെ സ്കിൻ കെയർ അതുപോലെ തന്നെ ഹെയർ കെയർ അങ്ങനെ ചെയ്യാനായിട്ട് ഒരു സമയവും ഇല്ല. മുമ്പും ചെയ്യൂലായിരുന്നു, എങ്കിലും കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ നോക്കുമായിരുന്നു. ഇപ്പം ഞാൻ വിചാരിച്ചു ഒരു ലോഷൻ മുഖത്ത് തേക്കുക. അതായത് വേറൊന്നുമല്ല, നമ്മൾ അവന് സെറ്റാഫിലിൻ്റെ ഐറ്റംസാണ് തേക്കുന്നത്. അപ്പോൾ നമുക്ക് അവന് ഈ നൂലുകെട്ട് സമയത്തൊക്കെ നമുക്ക് കുറേ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, കുറേ മോയ്സ്ചറൈസറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൽ നിന്ന് എടുത്തങ്ങ് തേച്ച് നോക്കാം. എനിക്കെൻ്റെ മുഖം ഭയങ്കര ഡള്ളായിട്ട് തോന്നുന്നു. അപ്പോൾ ഇപ്പം 2-3 ദിവസം കൊണ്ട് തുടങ്ങിയതേ ഉള്ളൂ. കുഞ്ഞിൻ്റെ ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ലായിരിക്കും. ഇന്നെന്തോ ഇപ്പോൾ നല്ല മൂഡാണ്, അതുകൊണ്ടാണ് അതിൽ മിണ്ടായിരിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ എന്നെ കണ്ടാൽ കരച്ചിൽ തുടങ്ങും. അപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് പോവും. അപ്പോൾ ഇനി നമുക്കെന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ മുട്ടയപ്പം, ഇന്നലെ മാവുണ്ടായിരുന്നു, പിന്നെ അതിൻ്റെ കൂടെ മുട്ടയപ്പം ഉണ്ടാക്കി. പിന്നെ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ടി വരുമല്ലോ. പിന്നെ ചായയും കൂടി ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഈ ലഞ്ച് പ്രിപ്പറേഷൻ ഇവനൊന്ന് മയങ്ങിയാൽ മാത്രമേ നടക്കൂ. എന്തായാലും ചോറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, അരി തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തുണി ഇട്ടതിന് ശേഷം ഇവനെ ഒന്ന് മയക്കാനുള്ള സെറ്റപ്പിലോട്ട് പോവാം. അങ്ങനെ ഞാൻ അവനെ കിടത്തി തറയിൽ അവനെ കട്ടിൽ കിടത്തിയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാൻ വേണ്ടി പറ്റില്ല. ഈ ഇടയ്ക്ക് അവനൊന്ന് തറയിൽ ലാൻഡ് ചെയ്തു. കട്ടിലിൽ നിന്ന് വളരെ സ്മൂത്ത് ലാൻഡിങ് ആയതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു, കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ പോയി. അപ്പോൾ അതിന് ശേഷം ഫുള്ളായിട്ട് ഞാൻ തറയിൽ തന്നെയാണ് കിടത്തുന്നത്. ഞാൻ അത്ര പെട്ടെന്ന് അവൻ ചാടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ അതിന് ശേഷം തറയിലാണ് കിടത്തിയേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഒരു അരമണിക്കൂറത്തെ ഉറക്കത്തിന് ശേഷം ആദ്യം എണീറ്റിട്ടുണ്ട്. ഒക്കെ വേണോ? അതൊട്ടിപ്പോൾ ഒരു രണ്ടാമത്തെ സ്റ്റെപ്പ് ചെറിയൊരു ഉറക്കത്തിലോട്ട് പോയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് തുണി കൊണ്ട് വിരിച്ചിട്ട് വരാം. പിന്നീട് അവൻ എണീറ്റ് കഴിഞ്ഞാൽ നടക്കില്ല. അവൻ എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കരഞ്ഞിരിക്കും. എനിക്ക് ഒരിടത്തും പോകാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്കൊന്ന് തുണി വിരിച്ചിട്ട് വരാം. അതൊട്ട് ഉറക്കമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഉറങ്ങുന്ന സമയം കൊണ്ട് ഫുഡ് കഴിക്കാമെന്ന്. എന്നിട്ട് അവൻ എണീക്കുമ്പോൾ അവനുള്ള ഫുഡ് കൊടുക്കാം. അപ്പോൾ സമയം 1:30 അങ്ങനെ ആദ്യത്തെ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റിട്ടുണ്ട്. അതുട്ടോ അതുവേ നമ്മുടെ കണ്ണോ, ഞാൻ പോണേ, ടാറ്റാ.
കേട്ടോ. അങ്ങനെ ആദ്യത്തിന് ഒരു സ്നാക്സൊക്കെ കൊടുത്തിട്ട് എന്താ റാഗി വാങ്ങാൻ കുറുക്കി കുടിക്കില്ല, അങ്ങനെ ഞാൻ റാഗി വെച്ചൊരു ചെറിയൊരു പാൻ കേക്ക് ഉണ്ടാക്കി കൊടുത്തപ്പോൾ കുറച്ച് കഴിച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തിൻ്റെ ഒരു ഇളക്കമാണത്. നമ്മളിനി കുറച്ചേരം ഇങ്ങനെ ഊഞ്ഞാലിയിരുത്തി ആട്ടി ഉറക്കും.